ബീബിയുടെ മുത്തുമോൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആരാണ് ഈ ലോകത്ത് പാടാതെ പോയത്? ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് പാടാതെ പോയ ഒരു കവിയുണ്ടായിരുന്നു. ഏത് മതസ്ഥരാകട്ടെ, ഏത് ജാതിയിൽ പറഞ്ഞവരാകട്ടെ, അവരുടെ ജീവിതത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടാതെ പോയിട്ടില്ല മക്കളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എത്ര വലിയ വലിയ മഹാരഥന്മാരാ പാടിപ്പുകയിൽ തീർന്നറിയുമോ? മുത്തിലും മുത്തായി പിറന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ. എൻ്റെ ഹബീബിനെ എങ്ങാനും ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടിരുന്നെങ്കിൽ ഞാൻ അവിടത്തോട് പറയുമായിരുന്നു, ലൗ കുന്തു അബ്സർതുഹു ഹയ്യം ഫഖുൽതു ലഹു ലാ തംശി ഇല്ലാ അലാ ഖദീലദൽ ഖദമു. എൻ്റെ നബിയേ, എൻ്റെ ഹബീബേ, എൻ്റെ പരിശുദ്ധ റസൂലേ, എന്തിനാണ് അതിമനോഹരമായ സുന്ദരമായ ആപ്പിൾ പൂ പോലെ മൃദുലമായ ആ മനോഹരമായ കാൽപാദം അങ്ങേ മണ്ണിൽ വെച്ച് നടന്നു പോകുന്നത്? ഖദീലദൽ ഖദമു, എൻ്റെ മനോഹരമായ ചെമ്പരത്തി പൂ കൊണ്ട് ഞാൻ മനോഹരമാക്കി വിട്ട എൻ്റെ അതിമനോഹരമായ കവിൾത്തടം എൻ്റെ ഹബീബെ അങ്ങേക്ക് വേണ്ടി ചവിട്ടി നടന്നു പോകാനാ നബിയെ എൻ്റെ ഈ കവിൾത്തടം ഞാൻ മനോഹരമാക്കി വിട്ടതെന്ന് ഞാനെങ്ങാനും കണ്ടാൽ എൻ്റെ ഹബീബിനോട് ഞാൻ പറയുമായിരുന്നു എന്ന് എത്ര കവികളാ വാഴ്ത്തിപ്പാടിപ്പോയത്. എത്ര പാടിയാലും എത്ര വർണ്ണിച്ചാലും തീരാത്ത മദ്ഹിന്റെ കടൽ സാഗരമില്ലേ എൻ്റെ അഷ്റഫുൽ ഖൽഖ്. ആ ഹബീബിനെ കുറിച്ച് പറയാൻ കിട്ടുന്ന ഒരു അവസരവും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുതേ. തിരുവദനം കണ്ടിടുകിൽ ഉമ്മത്തിനെന്ത് സുഖം